ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറാത്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതിങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതിങ്ങനെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 10. മൈ കവനന്റ് ഓഫ് പീസ് ഷാൽ നോട്ട് ബി റിമൂവ്ഡ്. ദൈവം ഉറപ്പ് നൽകുകയാണ്, അവൻ്റെ വാഗ്ദാനം നൽകുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ മാറിപ്പോകില്ല. മാറ്റമില്ലാത്തൊരു സമാധാനം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ അനുഭവിക്കുമെന്ന്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ കുലുങ്ങിയേക്കാം, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. മാറാത്തത് എന്തുണ്ട്? സമയം കിട്ടുമ്പോൾ സ്വസ്ഥതയോടെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ചോദ്യമാണ്, ഈ ഭൂമിയിൽ ഞാൻ പ്രിയപ്പെട്ടതെന്ന് കരുതുന്നവയിൽ മാറാത്തത് എന്തുണ്ട്? പ്രപഞ്ചത്തിന് മാറ്റം വരും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാറ്റം വരും, എൻ്റെ സ്വത്ത്, വരുമാന മാർഗങ്ങൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം എല്ലാം മാറും. എല്ലാം മാറിപ്പോകുമെന്നിരിക്കെ ഞാൻ ആശ്രയം വയ്ക്കുന്നത് മാറുന്നവയിലാണോ എന്ന് ആത്മശോധന ചെയ്യാം. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ഒന്ന് കർത്താവിൻ്റെ സ്നേഹം. അചഞ്ചലമായ സ്നേഹം, നിന്നെ പിരിയാത്ത സ്നേഹം. ജനിച്ച നാൾ തൊട്ട് നമുക്ക് അകമ്പടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം. പാടി പ്രാർത്ഥിച്ചതുപോലെ, ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറിപ്പോയ നേരത്ത്, തളർന്നുപോയ നേരത്ത് നിന്റെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. കർത്താവിനോടുള്ള ഈ സ്നേഹത്തിൽ, ഈ ബന്ധത്തിലായിരിക്കുമ്പോഴാണ്
യഥാർത്ഥ സമാധാനം നമ്മൾ അനുഭവിക്കുന്നത്. ട്രൂ പീസ് കംസ് ഫ്രം നോയിങ് ദാറ്റ് ഗോഡ്സ് പ്രോമിസസ് നെവർ ഫെയിൽ. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരില്ല എന്ന ഉറപ്പാണ് സമാധാനത്തിൻ്റെ ആധാരം. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. മനുഷ്യർ തമ്മിൽ തയ്യാറാക്കിയ സമാധാന ഉടമ്പടികൾക്ക് മാറ്റം വരുന്നത് നമ്മൾ കാണുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമാധാന ഉടമ്പടികൾക്ക് മാറ്റം വരുന്നു, യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. സമാധാനം സ്ഥാപിക്കപ്പെടേണ്ടത് കർത്താവിനാലാണ്. കർത്താവ് കേന്ദ്രഭാഗത്തുള്ളപ്പോഴാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നത്. കർത്താവ് തരുന്ന സമാധാനം, ആരും എടുത്തു മാറ്റാത്ത സമാധാനം നമ്മുടെ ജീവിതത്തിലും ലോകത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നു, പീസ് കംസ് ഫ്രം ട്രസ്റ്റിംഗ് ഗാഡ് കംപ്ലീറ്റ്ലി. നമ്മുടെ കഴിവിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ശക്തിയിൽ ആശ്രയം വയ്ക്കുമ്പോഴല്ല സമാധാനം ഉണ്ടാകുന്നത്. എവിടെ വ്യക്തികൾ, സമൂഹം, രാജ്യങ്ങൾ, ലോകം ദൈവത്തിൽ ആശ്രയിക്കുന്നോ ആ ദൈവാശ്രയത്വത്തിൻ്റെ തുടർച്ചയാണ് സമാധാനം. പീസ് കംസ് ഫ്രം ട്രസ്റ്റിംഗ് ഗോഡ് കംപ്ലീറ്റ്ലി. സമാധാനം കെട്ടുപോകുന്ന എല്ലാ അവസ്ഥകളെയും ഇന്ന് പ്രാർത്ഥനയിൽ സമർപ്പിക്കണേ. യുദ്ധഭീതി ഒടുങ്ങാത്ത ദേശങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് കടന്നു പോകുന്ന ഭയാശങ്കകൾ, യുദ്ധവെറി അവസാനിക്കാത്ത നേതാക്കൾ, നമുക്കിതെല്ലാം പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. കർത്താവ് നൽകുന്ന സമാധാനം, അവൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം ലോകം അനുഭവിച്ചിരുന്നെങ്കിൽ, സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സമാധാനത്തിൻ്റെ രാജാവേ, കലുഷിതമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശാന്തി കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ സ്നേഹമെന്നിൽ നങ്കൂരമിടട്ടെ കർത്താവേ. നിന്റെ സമാധാനത്തിൽ ഞാൻ ചരിക്കട്ടെ. ലോകം നിന്റെ സമാധാനം അനുഭവിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.